പ്രൈസ് ദി ലോർഡ്. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, എൻകൗണ്ടർ ആൻഡ് ജേർണി എന്ന ശുശ്രൂഷയുടെ അടുത്തൊരു എപ്പിസോഡിൽ വരുവാൻ സാധിച്ചതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് എൻകൗണ്ടർ ആൻഡ് ജേർണിയുടെ ഭാഗമായിരിക്കുന്നത് സോണറ്റിൻ്റെയും റോസിൻ്റെയും കുടുംബമാണ്. ദൈവവചനത്തിൽ വിശ്വസിച്ചുകൊണ്ട്, ദൈവവചനത്തെ മുറുക്കെ പിടിച്ചുകൊണ്ട് ദൈവശുശ്രൂഷയിൽ അതീവ താല്പര്യത്തോടെ പങ്കെടുക്കുന്ന ഒരു കുടുംബമാണ് ഇവരുടേത്. വളരെ യങ്ങായിട്ടുള്ള ഒരു കപ്പിൾസാണ് ഇവർ. നമുക്ക് അവരെ പരിചയപ്പെടാം. സോണറ്റ് ആൻഡ് റോസ്, ഇന്ന് നിങ്ങളോടൊപ്പം ആയിരിക്കുന്ന വളരെ സന്തോഷമുണ്ട്. നിങ്ങളുടെ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്താമോ? തീർച്ചയായും അനുശ്ചേച്ചി. എൻ്റെ പേര് സോണറ്റ് ടോണി. ഞാനിവിടെ IT സെക്ടറിൽ നെറ്റ്വർക്ക് എഞ്ചിനീയർ ജോലി ചെയ്യുന്നു. ഇതെൻ്റെ വൈഫ് റോസ്മോൾ. ഞങ്ങൾക്ക് 2 മക്കളാണ്, എവലിൻ ആൻഡ് ഇവാഞ്ചലിൻ. ഞാൻ US വന്നിട്ട് 10 വർഷമായി. 2018 തൊട്ട് AFC മിനിസ്ട്രിയുടെ ഭാഗമാണ്. ഞാൻ മിനിസ്ട്രികളുടെ വീഡിയോ സ്ട്രീമിങ്ങിലാണ് ഹെൽപ്പ് ചെയ്യുന്നത്. റോസ് ചിൽഡ്രൻ മിനിസ്ട്രി ലീഡ് ചെയ്യുന്നു. സോണറ്റ്, റോസ്, നിങ്ങൾ എങ്ങനെയാണ് FCM കമ്മ്യൂണിറ്റിയുടെ ഭാഗമായതെന്ന് പറയാമോ? 2017 ഒരു സുഹൃത്ത് വഴിയാണ് ഞാൻ AFCനെ പറ്റി ആദ്യമായി കേട്ടത്. എല്ലാ ഫ്രൈഡേസിലും സെന്റ് ബ്രദറിന് ചർച്ച് നടക്കുന്ന കരിസ്മാറ്റിക് പ്രയർ സർവീസിനെ പറ്റി അറിഞ്ഞു. ഞാൻ അത് പങ്കെടുത്തപ്പോൾ വളരെ നല്ല അനുഭവമായിരുന്നു. ഞാൻ പിന്നെ തുടർച്ചയായി എല്ലാ വെള്ളിയാഴ്ചകളും പോകാൻ തുടങ്ങി. ആദ്യമൊക്കെ എനിക്ക് വലിയ മടിയായിരുന്നു പ്രയർ സർവീസിന്, ഫ്രൈഡേ പ്രയർ സർവീസിന് പോകാനായിട്ട്. സോൺട്ട് മാത്രമാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ കുറച്ച് നാള് സോൺട്ട് കണ്ടിന്യൂസ് പോകണ കണ്ടപ്പോൾ എന്നാൽ ഞാനും കൂടെ പോകാന്നുള്ള ഒരു കാര്യം മാത്രമാണ് ഓർത്തുള്ളൂ. അങ്ങനെ ഞാനും പ്രയർ സർവീസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി ഫ്രൈഡേസ്. പക്ഷെ അവിടെ ചെന്ന് പ്രയർ സർവീസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ കണ്ട ഒരു മെയിനായിട്ട് കാര്യം, വേർഡ് ഓഫ് ഗോഡ് ഷെയറിംഗ് സെക്ഷൻ എന്നെ വളരെ ടച്ച് ചെയ്യാൻ തുടങ്ങി. അവിടെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതും ബൈബിൾ വ്യാഖ്യാനിക്കുന്നതും ബൈബിളിലെ കാര്യങ്ങൾക്ക് ലൈഫിൽ എന്തോരം ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാകാൻ തുടങ്ങിയപ്പോൾ ഞാനും നല്ല ഇൻസ്പയർഡ് ആയി. പിന്നെ എല്ലാ ഫ്രൈഡേസും അറ്റൻഡ് ചെയ്യാൻ. അങ്ങനെ പിന്നീടുള്ള ഫ്രൈഡേസ് എല്ലാം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ ഫാമിലി ആയിട്ട് പ്രയർ സർവീസിൽ കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി. ബഹുമാനപ്പെട്ട ഷൈജോച്ചിന്റെ നേതൃത്വത്തിൽ മിനിസ്റ്റേഴ്സിന് വേണ്ട ധ്യാനം ഇന്റർസെക്ഷൻ സെന്ററിൽ വെച്ച് നടക്കാനിടയായി. ഞാനത് പങ്കെടുത്തപ്പോൾ സുവിശേഷ വേലയിലുള്ള ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായും മിനിസ്ട്രിയോട് ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനമെടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഇതിൽ ഭാഗമായത്. സോണറ്റ്, റോസ്, നിങ്ങൾ ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായതിനു ശേഷം നിങ്ങൾക്ക് ഉണ്ടായ അനുഭവങ്ങൾ, ദൈവിക അനുഭവങ്ങൾ, അല്ലെങ്കിൽ ഇത് നിങ്ങളെ എങ്ങനെ ആത്മീയമായിട്ട് വളരുവാൻ സഹായിച്ചു എന്ന് ഒന്ന് പറയാമോ? ഫ്രൈഡേ പ്രയർ സർവീസ് അറ്റൻഡ് ചെയ്ത ശേഷമാണ് ദൈവത്തിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ കൂടുതൽ മനസ്സിലാക്കിയത്. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വചനം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവം ഇടപെടുകയും അനുഗ്രഹങ്ങൾ ലഭിക്കുകയും അനുഭവങ്ങളും ഉണ്ടായി ഞങ്ങൾക്ക്. അപ്പോൾ പിന്നെ നമ്മൾ പിള്ളേർക്കും വചനം പഠിപ്പിക്കാനും, നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും അവരുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ അതിന് പറ്റിയൊരു വചനം വെച്ച് പ്രാർത്ഥിക്കാൻ അവരോട് പറയാൻ തുടങ്ങി. അപ്പോൾ ഈ മിനിസ്ട്രിയിൽ വന്ന ശേഷമാണ് നമ്മൾ വചനത്തോട് കൂടുതൽ അടുക്കാനും വചന സ്നേഹവും ഉണ്ടായത്. സോൺട്ട് പറഞ്ഞതുപോലെ തന്നെ ദൈവവചനത്തിൽ ആശ്രയിച്ച് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കൃപ ഞങ്ങൾക്ക് AFCMൽ വന്നതിന് ശേഷം കിട്ടി. പിന്നെ ഉണ്ടായ ഒരു ബോധ്യം എന്ന് വെച്ചാൽ സൺഡേ വളരെ പരിശുദ്ധമായിട്ട് ആചരിക്കണം എന്ന് കേട്ടിട്ടുണ്ട് നമുക്ക്. പക്ഷെ എന്നാലും ഇതൊക്കെ എങ്ങനെ പ്രാക്ടിക്കലാക്കും എന്നുള്ളൊരു ഒരു ബുദ്ധിമുട്ട് നമുക്ക് നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് മാറ്റം വരുത്താൻ തുടങ്ങി. ആദ്യം തന്നെ സൺഡേ കുർബാന കാണുക എന്നത് വളരെ ഞങ്ങൾ മുമ്പും കണ്ടിരുന്നു, പക്ഷെ എന്നാലും വളരെ നിർബന്ധമായിട്ട് കാണണം എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് വന്നു. പിന്നെ ദൈവത്തിനും ഫാമിലിക്കുമാണ് ആ ഡേ സ്പെൻഡ് ചെയ്യാൻ കൊടുക്കേണ്ടതെന്ന് മനസ്സിലായി. പിന്നെ അൺനെസസറി ആയിട്ടുള്ള ഷോപ്പിങ്ങൾ, യൂഷ്വലി സൺഡേസ് ആണ് ഞങ്ങൾ ഷോപ്പിംഗ് നടത്താറ്, പക്ഷെ ആ ദിവസങ്ങളിലുള്ള ഷോപ്പിംഗ് മാറ്റി വെക്കാൻ തുടങ്ങി. കൂടുതലും അങ്ങനെ സൺഡേ എന്ന് പറയുന്നത് ദൈവത്തിനും ഞങ്ങളുടെ ഫാമിലിക്കും റെസ്റ്റിനും വേണ്ടിയിട്ട് ഞങ്ങൾ മാറ്റി വെക്കാൻ തുടങ്ങി. പിന്നെ ഉണ്ടായിരുന്ന ഒരു വ്യത്യാസം, ഫ്രൈഡേ സോൺട്ട് ഓൾറെഡി അതിലെ സൗണ്ട് പ്രസന്റേഷൻ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്ന കാരണം സോൺട്ടിന്റെ പ്രസൻസ് ഇമ്പോർട്ടൻ്റ് ആയി തുടങ്ങിയപ്പോൾ ഞങ്ങൾ അതൊരു കമ്മിറ്റ്മെന്റ് ആയിട്ട് എടുക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഫ്രൈഡേ ആണ് യൂഷ്വലി ഇവിടെ പാർട്ടീസും അല്ലെങ്കിൽ ഫങ്ഷൻസ് ഒക്കെ വരാം. അപ്പോൾ ഇൻവിറ്റേഷൻസ് വരുമ്പോൾ അവരോട് നോ പറയുമ്പോൾ ആദ്യമൊക്കെ വളരെ ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നോ, പിന്നെ അവരിനി നമ്മളെ പരിപാടിക്ക് വിളിക്കുമോ എന്നുള്ളൊരു ടെൻഷൻ വരെ ആയി തുടങ്ങി. എന്ന് വെച്ചാൽ നമ്മളിനി ഒറ്റപ്പെടുമോ എന്നുള്ളൊരു ചിന്തകളൊക്കെ ആയി തുടങ്ങി. പക്ഷെ ഞങ്ങൾ കണ്ടൊരു വ്യത്യാസം, ഈ പരിപാടി എന്നൊക്കെ ഒഴിഞ്ഞു നിന്നാലും ഈശോയ്ക്ക് വേണ്ടി ആ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ പിന്നീട് അവരെന്തെങ്കിലും ഫംഗ്ഷൻ വെക്കുമ്പോൾ
നമ്മളുടെ അവൈലബിലിറ്റിയും കൂടി വിളിച്ചന്വേഷിക്കുന്ന ഒരു മാറ്റം ഞാൻ കണ്ടു തുടങ്ങി. അപ്പോൾ നമുക്ക് സ്നേഹമുള്ളവര് നമ്മളെ ഒഴിവാക്കില്ല, നമുക്ക് വേണ്ടിയിട്ട് എന്തായാലും ഒരു സമയം കണ്ടെത്തും എന്നുള്ളത് മനസ്സിലായപ്പോൾ ഞങ്ങൾക്ക് ഈശോയോടുള്ള സ്നേഹം കൂടുകയാണ് ചെയ്തത്. ഈശോയ്ക്ക് കൊടുക്കുന്ന ഒരു ചെറിയ സമയമോ അല്ലെങ്കിൽ നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്ന ഒരു കാര്യവും ഈശോ കാണാണ്ട് പോകില്ല എന്നുള്ള ഒരു ബോധ്യം വന്നപ്പോൾ കൂടുതലും ഫ്രൈഡേ പ്രെയർ അറ്റൻഡ് ചെയ്യണമെന്ന് കൂടുതൽ ബോധ്യം കിട്ടാൻ തുടങ്ങി. ഞങ്ങൾ ഒരു കാരണവശാലും സിക്നെസ്സോ അങ്ങനെ അല്ലാത്ത എന്തെങ്കിലും കാരണങ്ങളില്ലെങ്കിൽ ഫ്രൈഡേ പ്രെയർ മുടക്കില്ല എന്നുള്ള ഒരു തീരുമാനത്തിലെത്തുകയും കണ്ടിന്യൂസ് ആയിട്ട് മുടക്കം കൂടാതെ അത് അറ്റൻഡ് ചെയ്യാനും തുടങ്ങി. ഞങ്ങൾക്ക് കിട്ടിയ വേറൊരു ബോധ്യം ടൈത്തിങ്ങിനെ കുറിച്ചാണ്. അതിനെ പറ്റിയുള്ള പഠനങ്ങളൊക്കെ മുമ്പ് കേട്ടിരുന്നെങ്കിലും ചെയ്യേണ്ട കാര്യമായി തോന്നിയിരുന്നില്ല. മിനിസ്ട്രിയിൽ വന്ന ശേഷം നമ്മുടെ മിനിസ്ട്രികൾ മറ്റുള്ള ആൾക്കാർ ചെയ്യുന്നത് കാണുമ്പോൾ അതും ചെയ്യാനുള്ള ഒരു ആഗ്രഹം തോന്നി. എന്നാലും കുറേ സംശയങ്ങളുണ്ടായിരുന്നു. നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, നമ്മുടെ സാമ്പത്തിക മേഖലയിൽ ബുദ്ധിമുട്ടുണ്ടാകുമോ, ആവശ്യങ്ങൾ നടക്കാനൊക്കെ ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നൊക്കെയായിരുന്നു ആദ്യം ചിന്ത. ദൈവാനുഗ്രഹത്താൽ ഞങ്ങൾ മുന്നോട്ട് പോയി. ഒരു കാര്യത്തിലും ദൈവം കുറവ് വരുത്തിയില്ല. ഞങ്ങളെല്ലാ ആവശ്യം നടന്നുപോയി. ഇപ്പോഴും ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നു. അങ്ങനെ ദൈവത്തിനനുസരിച്ച് ടൈത്ത് കൊടുക്കാനുള്ള കൃപവും ഞങ്ങൾക്ക് കിട്ടി. ഇപ്പോൾ നിങ്ങളുടെ അനുഭവം ഷെയർ ചെയ്തപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സ്പർശിച്ച് സോണറ്റ് പറഞ്ഞ ദൈവവചനം ഉപയോഗിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങൾക്ക് അതിന് പെട്ടെന്ന് ഉത്തരം കിട്ടി. അപ്പം പ്രഭാഷകന്റെ പുസ്തകം 42 അധ്യായം 15 വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ദൈവം തൻ്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കുന്നു. അപ്പോൾ സോണറ്റ് റോസ്, നിങ്ങളിപ്പം ഇങ്ങനെ ദൈവവചനമൊക്കെ അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രത്യേക ഇടപെടലുകൾ ദൈവത്തിന് ഉണ്ടായി കാണുമല്ലോ. അപ്പോൾ അത് ഉണ്ടെങ്കിൽ 1-2 അനുഭവങ്ങളൊന്ന് ഷെയർ ചെയ്യാമോ? തീർച്ചയായും ചേച്ചി. എൻ്റെ മനസ്സിൽ പല അനുഭവങ്ങൾ വരുന്നെങ്കിലും പെട്ടെന്ന് പറയാൻ തോന്നുന്നത് 2021 എനിക്ക് വിസയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ദൈവത്തിൻ്റെ ഇടപെടൽ മൂലം മാറിപ്പോയതാണ്. ഞങ്ങൾക്ക് ആ സമയത്ത് വിസ പ്രോസസ്സിങ് വളരെ ഡിലേ ആയി. പേപ്പറെല്ലാം വിചാരിച്ച സമയത്ത് വന്നില്ല. അപ്പം എൻ്റെ കമ്പനി പറഞ്ഞു നാട്ടിലേക്ക് തിരിച്ചു പോവാം. ഞങ്ങൾ 4 പേർക്കായിരുന്നു ആ പ്രശ്നം ഫേസ് ചെയ്യേണ്ടി വന്നത്. ഞങ്ങൾക്ക് വേണം ടിക്കറ്റും ബുക്ക് ചെയ്ത് നാട്ടിലേക്കുള്ള ട്രാൻസ്ഫർ ഓർഡറൊക്കെ റെഡിയാക്കി വെച്ച സമയത്ത് ഞാൻ മിനിസ്ട്രിയിൽ വന്ന് പ്രാർത്ഥന സഹായം ചോദിച്ചു. അപ്പം എനിക്ക് കിട്ടിയ മെസ്സേജ് കുരുക്കഴിക്കുന്ന മാതാവിന് നൊവേന ചൊല്ലി പ്രാർത്ഥിക്കാനായിരുന്നു. ഞങ്ങളതനുസരിച്ച് ഞങ്ങൾ 2 പേരും കുടുംബമായിട്ട് നൊവേന ചൊല്ലി പ്രാർത്ഥിച്ചു. ഞങ്ങൾ എന്നിട്ട് ഒരു 10 ദിവസം കൂടി വെയിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അതിനുശേഷം പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അത്ഭുതം എന്ന പോലെ 10ാം ദിവസം തന്നെ വിസയുടെ പ്രോസസ് അപ്രൂവൽ എന്നൊരു ഇമെയിൽ വന്നു. 4 പേരിൽ എനിക്ക് മാത്രമാണ് ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയത്. ബാക്കി 3 പേർക്കും തിരിച്ചു പോകേണ്ടതായിട്ട് വന്നു. ചേച്ചി, ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ വേറൊരു അനുഭവം കൂടി പങ്കുവയ്ക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അത് ഞങ്ങളുടെ വീട് മേടിക്കുന്ന ഒരു പ്രോസസ്സായിരുന്നു. അതിൽ ഞങ്ങൾക്ക് ഓൾറെഡി മെസ്സേജ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഈശോ വീട് തരുന്നുണ്ടെന്ന്. പക്ഷെ ഞങ്ങൾ ആ സമയത്തൊക്കെ ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടുള്ള ടൈം ആയതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് ഇത് പറ്റുമോ എന്നുള്ളൊരു ടെൻഷനിലായിരുന്നു. പക്ഷെ എന്നാലും മെസ്സേജ് കിട്ടിയതല്ലേ, ഈശോയിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കാമെന്ന് വെച്ച് ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. പക്ഷെ ഒട്ടും ആക്റ്റീവായിട്ട് വീട് നോക്കിയിരുന്നില്ല. അങ്ങനെ ഞങ്ങളുടെ വീടിന്റെ റെന്റലിന്റെ റിന്യൂവലിന്റെ ടൈമിൽ ഞങ്ങൾക്ക് അതിനൊരു തടസ്സം നേരിടുകയും പുതിയ വീട് മേടിക്കാനായിട്ട് ഈശോ വഴി തിരിച്ചു വിടുന്നതായിട്ടും തോന്നി. അങ്ങനെ ഞങ്ങൾ തീരുമാനം എടുത്തു, ഓക്കെ, ഇനിയിപ്പോ റെന്റൽ റിന്യൂവലിന് പോകണ്ട, നമുക്ക് വീട് തന്നെ നോക്കാം, ഈശോ എന്തായാലും മെസ്സേജ് തന്നേക്കുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഞങ്ങള് വീട് നോക്കാൻ വളരെ ആക്റ്റീവായിട്ട് വീട് നോക്കാൻ തീരുമാനം എടുത്തിട്ട് പോയ ആദ്യത്തെ ദിവസം തന്നെ ഞങ്ങൾ കണ്ട വീടുകളിൽ ഏറ്റവും നല്ല വീട് ഞങ്ങൾക്ക് കിട്ടാൻ ദൈവം അനുഗ്രഹിച്ചു. മാത്രമല്ല, ഞങ്ങൾ ചെയ്ത അതിനു മുമ്പ് ലീസിന് ശേഷം ലീസ് ക്യാൻസലേഷന് ശേഷം ചെയ്ത ഒരു കാര്യം, ഞങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ഞങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വെച്ച് ഞങ്ങളുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഒതുങ്ങുന്ന ആഗ്രഹങ്ങൾ മാത്രമാക്കിയിട്ടായിരുന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ കണ്ടൊരു അത്ഭുതം എന്ന് പറയുന്നത്, ഈശോ ഞങ്ങളുടെ ആവശ്യത്തിൽ കൂടുതൽ വലിയൊരു വീടും എന്നാൽ ഞങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു വീട് ഞങ്ങൾക്ക് കണ്ടെത്തി തരികയായിരുന്നു. അത് ഞങ്ങൾക്ക് വളരെ ഒരു വലിയ അനുഭവമായിരുന്നു. നിങ്ങളിപ്പോൾ 2 അനുഭവങ്ങൾ പങ്കുവച്ചതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, മാനുഷികമായ സാഹചര്യങ്ങൾക്ക് നിങ്ങൾക്ക് അനുകൂലമല്ലായിരുന്നെങ്കിലും കർത്താവിൻ്റെ പ്രത്യേകമായ ഇടപെടലിലൂടെ, ശക്തമായ പ്രവർത്തനത്തിലൂടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ നിറവേറ്റി തന്നു. ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന വചനം 1 മക്കബായർ 3 അധ്യായം 19 വാക്യം. വചനം ഇങ്ങനെ പറയുന്നു, സൈന്യത്തിൻ്റെ വലുപ്പത്തെ ആശ്രയിച്ചല്ല യുദ്ധത്തിൻ്റെ വിജയം ഇരിക്കുന്നത്, ശക്തി ദൈവത്തിൽ നിന്നാണ് വരുന്നത്. താങ്ക് യു ഫോർ യുവർ ബ്യൂട്ടിഫുൾ ഷെയറിംഗ്. ലെറ്റ് us conclude with a small prayer. കർത്താവ് യേശുവെ, ഞങ്ങളുടെ കുടുംബത്തെ AVC മിനിസ്ട്രിയിലേക്ക് വിളിച്ചോർത്ത് നന്ദി പറയുന്നു. ഞങ്ങൾ ജീവിതത്തിൽ അങ്ങ് ചുരുങ്ങിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഈ സമയം ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും അവരുടെ നിയോഗങ്ങളെയും ഈശോ അങ്ങ് സ്വീകരിക്കണമേ, അവരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ.
യേശുവിന്റെ നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, എൻകൗണ്ടർ ആൻഡ് ജേർണിയുടെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇത് നിങ്ങളുടെ കൂട്ടുകാരുമായി പങ്കുവയ്ക്കാൻ മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നത് വരെ നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.